അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ഒരു പെട്ടെന്നൊരു ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് കാണിച്ചു തരുന്നത്. ചിക്കന് ചെറുതായി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞു വെച്ചത്, പിന്നെ അതിന് വേണ്ടിയത് ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ വന്നിട്ട് അതിനുള്ള സ്പൈസസൊക്കെ എന്താ പറയുക, വലിയ ജീരകം, പട്ട, കറാമ്പ്, ഏലക്കായ്, വേലീഫ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സവോള, തക്കാളി, മല്ലിയില, കറിവേപ്പില, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാല കുറച്ച് ചുവപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇത് നമുക്ക് കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ്, എണ്ണയില്ലാത്ത ചിക്കൻ കറിയാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു യൂസ്ഫുള്ളായ കാര്യങ്ങളാണിത്. മിക്സിയുടെ ചെറിയ ജാറെടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ ഇതൊക്കെ പൊടിക്കാനുള്ള സ്പൈസസൊക്കെ ഒന്ന് പൊടിക്കുക. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി അതിൽ കൂടെ തന്നെ ഇട്ടിട്ട് ചതക്കുക. കാരണം അതിൽ വശങ്ങളിലൊക്കെ പിടിച്ചതും എല്ലാം കൂടി നന്നായി ചേരും. അപ്പോൾ ഇതരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നന്നായി അരച്ചെടുത്ത ശേഷം, അതായത് ഇതിപ്പോൾ നമ്മൾ എണ്ണയിലിട്ട് വഴറ്റുകയാണെങ്കിലാണ് അധികം ചതക്കാണ്ടെടുക്കേണ്ടത്. ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. കുക്കർ എടുക്കുക, നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട ശേഷം നമുക്ക് സവോളയും തക്കാളിയും മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊട്ടാം. കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ചല്ല കുറച്ച് കൂടുതലിട്ടോ, കൂടുതലിടണം. മല്ലിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ശേഷം ഉപ്പിടുക, വെള്ളമൊഴിക്കുക. അത് മൂടാനുള്ള അത്ര വെള്ളമൊഴിക്കുക. നമുക്ക് ഒരു കറി പോലെയാണ് കിട്ടുക. അത് കുറച്ച് ചിക്കൻ മസാല, അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില്ലി ചിക്കൻ പൊടിയില്ല, അതിൽ കുറച്ച് ചില്ലി ചിക്കൻ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിക്കാം. അവിടെ കിടന്ന് 2 വിസിൽ വരട്ടെ, എന്നിട്ട് നമുക്ക് ഓഫാക്കാം. ബ്രോയിലർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നായി കിട്ടും. വിസിൽ വന്നിട്ടുണ്ട്, 2-3 വിസിൽ വരട്ടെ. അതിനുശേഷം നോക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറോടുകൂടി നമുക്ക് ചോറിലൊഴിച്ചിട്ടും ഇതിലൊഴിച്ചിട്ടുമൊക്കെ കഴിക്കാം. നമുക്കിത് കുറച്ചും കൂടി ടേസ്റ്റിയായി കിട്ടണമെങ്കിൽ കുറച്ച് നമുക്ക് ഇതിൽ അണ്ടിപ്പരിപ്പൊക്കെ അരച്ചിട്ട് ചേർക്കാം. അല്ല നമുക്ക് ഒരുപാട് അങ്ങനെ വിറ്റാമിൻസ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മതി. ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ഇതിൽ ഇത്തിരി വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. എന്തെങ്കിലും എണ്ണയില്ല, ഇതിൽ തീരെ എണ്ണ ഒഴിച്ചിട്ടില്ല. ഇങ്ങനെ വെച്ച് കഴിക്കണത് ഏറ്റവും നല്ലതാണ്. പിന്നെ പറഞ്ഞാൽ അഥവാ നമുക്ക് ഒരു ടേസ്റ്റ് വേണം, ഒരുപാട് നല്ല ടേസ്റ്റ്, എണ്ണൻ്റെ ടേസ്റ്റ് ഇല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അസ്സലാമു അലൈക്കും.